നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ചയും കുംഭമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയാണ്. പഞ്ചമി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ വാരാഹി ദേവിയാണ്. ഈ കലിയുഗത്തിൽ നമ്മെ ചേർത്തു പിടിക്കുവാൻ ഏറ്റവും ഉചിതമായ കരങ്ങൾ എന്ന് പറയുന്നത് വാരാഹി അമ്മയുടെ കരങ്ങളാണ്. അഭയം പ്രാപിക്കുന്നവർക്ക് അമ്മ എന്നും വജ്രപഞ്ചരമായി നിൽക്കുകയാണ്. കഠിനമായ വ്രതങ്ങളോ നിഷ്ഠകളോ പൂജകളോ കൂടാതെ ഭക്തർക്ക് വേഗത്തിൽ അനുഗ്രഹം ചൊരിയുന്ന വാരാഹി ദേവിയെ പഞ്ചമി തിഥി പോലുള്ള ദിവസങ്ങളിൽ ആരാധിക്കുമ്പോൾ, അതും ചൊവ്വാഴ്ചയും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഈ പഞ്ചമി തിഥിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. വെറുതെ ശ്രീ വരാഹി ദേവിയുടെ പേരൊന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഓടി അകലുന്നതാണ്. സപ്തമാതൃക്കളിൽ വരാഹപുരവും ഉണ്ട്. ശ്രീ വരാഹി ദേവിയെ സന്ധ്യാനേരം കഴിഞ്ഞ് സമയങ്ങളിലാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാൻ ഭജിക്കുവാനും പറ്റിയ സമയം. പഞ്ചമി തിഥി വരുന്ന ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥിയിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കിഴങ്ങ് വർഗ്ഗങ്ങൾ അമ്മയ്ക്ക് നേദിക്കാവുന്നതാണ്. മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ മാതള നാരങ്ങ, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട തേങ്ങാ ദീപ വഴിപാട് വീട്ടിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചമി തിഥിയിൽ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അതായത് എല്ലാവരുടെ ജീവിതത്തിലും കടം ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. കടം വാങ്ങിക്കാതെ പലർക്കും ജീവിക്കാൻ കഴിയില്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത് നമ്മെ വിട്ടകലുന്നതിനായിട്ട്, അത് നമ്മിൽ നിന്ന് വിട്ടു പോകുന്നതിനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഒരു മുന്നേറ്റം ഉണ്ടാകുവാനായിട്ട് 2 കഷ്ണം മഞ്ഞൾ അത് നിങ്ങളുടെ കയ്യിലെടുത്ത് ഇനി ഈ പറയുന്ന വരാഹി ദേവിയുടെ നാമം ചൊല്ലി ഒരു ചെറിയ കഷ്ണം ചുമന്ന തുണിയോ അല്ലെങ്കിൽ മഞ്ഞ തുണിയോ എടുത്ത് ഈ മഞ്ഞൾ അതിൽ ഒരു ചെറിയ പൊതി പോലെ കെട്ടി നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി മഞ്ഞൾ കയ്യിൽ പിടിച്ച് വാരാഹി ദേവി പ്രാർത്ഥിക്കേണ്ട മന്ത്രം: അപരാജിത അശ്വാരൂഢായ വാരാഹിയെ വസി വസി നമോ നമ. ഈ ഒരു പരിഹാരം ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ്. വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് ചെയ്തു നോക്കൂ. എന്തായാലും അതിന് ഫലം ലഭിക്കുന്നതാണ്. വരാഹി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്